ഹായ് എവരി വൺ. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. 2 വർഷമായിട്ട് പാരീസിലാണുള്ളത്. അപ്പോൾ ഈ ബർത്ത്ഡേക്ക് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു സോളോ ആക്ടിവിറ്റി ബർത്ത്ഡേക്ക് പാരീസിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഈഫിൽ ടവറിൻ്റെ അടുത്താണ്. ഇവിടെ ഒരു പോർട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ ബർത്ത്ഡേക്ക് നമുക്ക് ഫ്രീ ക്രൂസ് സെയിൻ റിവറിൽ ഫ്രീ ക്രൂസ് റൈഡ് കിട്ടുമെന്നിങ്ങനെ ഗൂഗിളിൽ കണ്ടു. അപ്പോൾ ഞാനിവിടെ വന്നേക്കുവാണ്. ഇനി അവിടെ പോയിട്ട് ഇനി അറിയത്തില്ല, എന്നെ ചോദിക്കുമ്പോൾ പറ്റില്ല എന്ന് പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താണെങ്കിലും ഞാൻ ID കാർഡൊക്കെ എടുത്തിട്ടുണ്ട്. സോ നോക്കാം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. സോ ഐ വിൽ ഷോ യു. ഇപ്പോൾ ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. അത് കഴിഞ്ഞിട്ട് ക്രൂസ് റൈഡ് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വരും. പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കും. അപ്പോൾ ഫസ്റ്റ് ക്രൂസ് റൈഡ് ഞാൻ ഒറ്റയ്ക്കാണുള്ളത്. സോ വിഷ് മീ ലക്ക്. തണുപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ജാക്കറ്റ് ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്. ഞാൻ ഇടാൻ പോവാണ്, തണുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പോർട്ട്. ഇപ്പോൾ ഇതിൽ ഏത് ഭാഗത്താണെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഗൂഗിൾ മാപ്പ് വെച്ച് വന്ന് നോക്കുവാണ്. ഞാൻ ഇതുവരെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ക്രൂസിൽ കയറാൻ പോകുന്നത്. അതിന് കയറാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. ലെറ്റ്സ് ട്രൈ. നോക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ, ഒന്നും നഷ്ടപ്പെടാൻ. ഒരു ബീച്ച് വൈബ് ഉണ്ട് അല്ലേ? ബട്ട് ഇറ്റ്സ് സമ്മർ ആയില്ലേ, എന്തായാലും ബീച്ചിലൊന്നും പോകുന്നില്ല. ഇങ്ങനെയൊക്കെ നമുക്ക് ബീച്ച് വൈബായിട്ട് ഡ്രസ്സൊക്കെ കിട്ടും. ഇത് ഭാഷയെ പറഞ്ഞു കൊടുക്കുമെന്ന് എനിക്കറിയില്ല. ഫ്രഞ്ചിൽ ഒന്നും അങ്ങനെ അത്രയും ഒന്നും പറയാമെന്ന് എനിക്കറിഞ്ഞൂടാ. ഇംഗ്ലീഷ് അതാണ് മാപ്പിൽ കാണിക്കുന്ന പ്ലേസ്. ഇവിടെ ആൾക്കാരൊന്നും ഞാനങ്ങനെ കാണുന്നില്ല. ഇതിലിപ്പോൾ എവിടെ പോയാലാണാവും? പാരീസിൻ്റെ ടിക്കറ്റ് ഓഫീസിൽ ചെന്നിട്ട് നമ്മുടെ ID കാണിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ഇതിലിപ്പോൾ ഇതൊരു ടിക്കറ്റ് ഓഫീസ് എവിടെയാണെന്ന് എനിക്കറിയാം. അതാണ് തോന്നുന്നു. അപ്പോൾ ഇതാണ് ടിക്കറ്റ് ഓഫീസ്. ട്രൈ ചെയ്ത് നോക്കാം. വലിയ ക്യൂ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇപ്പം 3:15 അറിയില്ല. ടിക്കറ്റ് ഉണ്ടെങ്കിലായിരിക്കും. ടിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ 21 യൂറോയാണ് അഡ്വാൻസിന് വരുന്നത്. എന്തായാലും അത്രയൊന്നും കൊടുത്ത് ഞാനിപ്പോൾ ഇന്നിപ്പോൾ റൈഡിന് കയറാൻ പോകുന്നില്ല. ഫ്രീ ആണെങ്കിൽ കയറും, നോക്കാം. More anniversary Ashudi. So it's my birthday today. So it's just 1 glass of wine. It's 6 euro. How much? Yes, 6. അപ്പോൾ കിട്ടി ഫ്രീ റൈഡ്. പക്ഷെ ഞാനൊരു ഗ്ലാസ് വൈനും കൂടെ മേടിച്ചു ഒരു ഇതിന് വേണ്ടിയിട്ട്. അതിന് 6 euro ആയി. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഫ്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈൻ മേടിക്കണം എന്നൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് വരണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. ഇതിൻ്റെ അടിയിൽ തന്നെയാണത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ടിക്കറ്റ് കാണിച്ചിട്ട് ഇവിടുന്ന് മേടിക്കണം. ബോട്ട് എടുത്തത്, ക്രൂസ് എടുത്തത്. Sans juste un terme qui est exclusif à la restauration. Le reste du... Mais non, parce que... Okay, I think that's the door. Behind the trees, behind the Vegetal Wall, is the Museum of the Ecological Arts of Paris. And if you go there, you will see more than 300,000 objects from Asia, America, Oceania and Africa. Alors juste à votre made to commemorate the campaign of Napoleon I in Crimea. And just on the left of the next bridge, you can see the golden flame of the Statue of Liberty. നമ്മൾ വിചാരിക്കുക എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ തല തട്ടുന്നില്ല. ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് നിയർ. അത്ര അടുത്തല്ല.
made it, the main wall was entirely uncolored. Il y a quelques années, pendant près de 15 heures, on a perdu. The restaurant of the Tour d'Argent, one of the most famous restaurants of Paris, is from the end of the 19th century. റൈഡ് കഴിഞ്ഞു. 1 hour 15 minutes ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു, കറക്റ്റ് അറിയില്ല. എങ്ങനെയാണെങ്കിലും 1 hour റൈഡാണ് പറഞ്ഞത്. സോ 1 hour റൈഡ് കഴിഞ്ഞു ഗൈസ്. സോ ഇറ്റ് വാസ് ആക്ച്വലി നൈസ് എക്സ്പീരിയൻസ് ഫോർ മീ. നമ്മളുടെ ബർത്ത്ഡേക്ക് ഇതേപോലെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു ക്രൂസ് റൈഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബോട്ട് അടുപ്പിച്ചു. ഇനി എല്ലാവരും ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുവാണ്, നമുക്ക് ലാസ്റ്റ് ഇറങ്ങാം. സോ അപ്പോൾ നമ്മുടെ ക്രൂസ് റൈഡ് ഇവിടെ അവസാനിച്ചു. സോ ഞാൻ ബർഗർ കിങ്ങിൽ ഇതേപോലെ ഒരു എന്തെങ്കിലും ഫ്രീ ആയിട്ട് എന്തോ ഒരു ചെറിയ ബർഗർ എന്തോ കിട്ടും, ബർഗറാണോ എന്തോ ഒരു ചെറിയ ക്രോക്കാണ് എന്തോ കിട്ടുമോ തോന്നുന്നു. എന്താണെങ്കിലും ഞാൻ ഇനി നെക്സ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് അതാണ്. എന്തായാലും ക്രൂസ് റൈഡ് വാസ് സക്സസ്ഫുൾ. ഞാൻ ബർഗർ കിങ്ങിൽ പോകുന്നതിന് മുന്നേ അവൾ പാരീസിലെത്തിയെന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് വെയിറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാനിവിടെ ആളെ കണ്ട് വിളിച്ച് നോക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. ഇതെല്ലാം ഭയങ്കര ചെറിയ ചെറിയ സാധനങ്ങളാണ്. സോ ഞാൻ ഗേറ്റ്സ് ഓർഡർ ചെയ്യാം. ഹണി മസ്റ്റേർഡ് സോസ് കഴിച്ച് നോക്കാതെ എനിക്ക് അറിഞ്ഞ തന്നെയാണ്. ബട്ട് ലെറ്റ്സ് ട്രൈ. ലെറ്റ്സ് ട്രൈ കൊടുക്കാം. Thank you. Happy birthday to you. Happy birthday. Happy birthday. ടിഷ്യൂ മേടിച്ചില്ല. Thank you so much. ചേരുന്നുണ്ട്. Thank you so much. Thank you. ഹലോ ഗൈസ്, അപ്പോൾ കണ്ടോ എനിക്ക് ഫ്ലവർ കിട്ടി, പിന്നെ ഗിഫ്റ്റ് കിട്ടി. സോ എൻ്റെ കസിൻ ജർമ്മനിയിലുള്ള കസിൻ പൊന്നു ഇവളുടെ കയ്യിൽ പറഞ്ഞു വിട്ടു. ഇവിടെ എനിക്കൊരു ഗിഫ്റ്റ് തന്നു. താങ്ക് യു സോ മച്ച്. ബർഗറിന് കയറി ഞാൻ മറ്റേ ഫ്രീ ആയിട്ടുള്ള 4 ഞാൻ ഗെറ്റ്സ് അത് കഴിച്ചായിരുന്നു. വീഡിയോ നടക്കില്ല. ഇപ്പം ഞങ്ങൾ ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നേക്കുവാണ്. സോ എന്താ ഇതിൻ്റെ പേര്? ബുയോൺ ഷാക്കിയ. ഓക്കെ, അപ്പോൾ ഞാൻ മറ്റേ ഇതില്ലേ ഒച്ച് ട്രൈ ചെയ്യാൻ പോവാണ് ആദ്യമായിട്ട്. സ്നെയിൽ ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ് ഗൈസ്. ആദ്യമായിട്ട് കൊള്ളാം. നെയ്യിലും പിന്നെ മറ്റേ റോസ്റ്റഡ് ചിക്കനും പറയാമെന്ന് വെച്ചു. കഴിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ ഇവിടെ എനിക്ക് കാണിച്ചു തരാൻ പോവാണ്. ഈ സാധനം പുറത്തേക്ക് എടുത്തിടണം. മെർസി. എങ്ങനെയുണ്ട്? നല്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് ഗൈസ്. ഇനി അതിൽ നിന്ന് ഇനി നമ്മൾ കഴിക്കാൻ പോകും. എന്നിട്ട് ഇല്ലേ കല്ലുമ്മക്കായ ഒക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് സോസും കൊള്ളാല്ലേ. ഗാർലിക്കും വന്നു. സ്നേഹിലതാണ് ഞങ്ങൾ കഴിച്ചു തീർത്തു. കാണാനൊക്കെ രസമുണ്ട്. ഈ ബ്രെഡും ആക്ച്വലി നല്ല ടേസ്റ്റ് ബാഗിയിട്ട്.
ഓർക്കും കത്തിയും വെച്ചിട്ടുള്ള ബലപ്രയോഗം ആണ്. മയോണൈസ് കൊണ്ടുവന്നിട്ടില്ല, മയോണൈസ് കിട്ടിയിട്ട് വേണം. എന്നാലും കൊള്ളാം. നമ്മൾ മന്തിയിലൊക്കെ കിട്ടുന്ന ചിക്കൻ പെട്ടെന്ന് വരുന്നുണ്ട്. ഞാനും ട്രൈ ചെയ്തില്ല. സ്നെയില് പിന്നെ നീ നല്ലതെന്ന് പറഞ്ഞിട്ട് കഴിച്ചതാ, അല്ലെങ്കിൽ ഞാൻ മേടിക്കത്തില്ല. ഗൈസ്, ഞങ്ങൾ ഫ്ലോട്ടിങ് അതിനെന്ന് പറഞ്ഞിട്ടൊരു ഡിസേർട്ടാണ് ട്രൈ ചെയ്യാൻ പോവാണ്. ഒരെണ്ണേ ഓർഡർ ചെയ്തോളൂ, നോക്കാം എങ്ങനെയുണ്ടെന്ന്. കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി. ഭയങ്കര അഫോർഡബിൾ ആണ് അവിടുത്തെ പ്രൈസസ് എല്ലാം. പിന്നെ മെനു പിന്നെ ഞങ്ങൾ എല്ലാം ഒരു മെനുവേ ശരിക്കും പറഞ്ഞുള്ളൂ. ഒരു സ്റ്റാർട്ടർ, ഒരു മെയിൻ പ്ലേറ്റ്, പിന്നെ ഒരു ഡിസേർട്ടുമാണ് പറഞ്ഞത്. പക്ഷെ അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാനുണ്ടായിരുന്നു. പിന്നെ നല്ല അഫോർഡബിൾ ആണ്, നല്ല ആംബിയൻസ് ഒക്കെ. ഞങ്ങൾ ഇറങ്ങാൻ നേരം നല്ല ക്യൂ ഉണ്ടായിരുന്നു, കയറിയപ്പോൾ അത്രയില്ലായിരുന്നു. സോ അപ്പോൾ അതാണ് എൻ്റെ ബർത്ത്ഡേ വ്ലോഗ്. അപ്പോൾ ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. നല്ല ഒരു ദിവസമായിരുന്നു. മെട്രോ എടുത്ത് വീട്ടിൽ പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ പിരിഞ്ഞ് പോവുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അതെ, അടിപൊളിയായിരുന്നു. അടിപൊളി പട്ടിയായിരുന്നു കേട്ടോ. താങ്ക് യു. അതെ, വെജ് ഡിന്നറൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു. താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ്. പിന്നെ അപ്പോൾ ഞങ്ങളിനി ഇവളുടെ മെട്രോയ്ക്കും ഞാൻ എൻ്റെ മെട്രോയ്ക്കും വേറെ വേറെ പോവുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.